മോർണിംഗ് ഗൈസ്. ഇപ്പോൾ സമയം രാവിലെ 6:30. ഇത്ര രാവിലെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇന്ന് ജാനുവരി 26 ആണ്. അപ്പോൾ ഇന്നാണ് ഇവിടെ ഓസ്ട്രേലിയൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുക. നമ്മളെ നാട്ടിൽ റിപ്പബ്ലിക് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസം തന്നെ ഇവിടെ ഓസ്ട്രേലിയ ഡേ സെലിബ്രേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഭാഗമായി എന്തൊക്കെ പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഇത് കാണാൻ പോകുന്നത്. ഇവിടെ ഉണ്ടായിട്ടും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, ഇവളും കണ്ടിട്ടില്ല. സോ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക. ഇവിടുത്തെ കൾച്ചറൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ലൈഫ് ഇൻ ഓസ്ട്രേലിയ സീരീസിലെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ സച്ചിൻ. ലെറ്റ്സ് റോൾ. ഇത്ര രാവിലെ ഒരാളും ട്രെയിനിലില്ല കേട്ടോ, നമ്മൾ മാത്രമേ ഉള്ളൂ. സോ അടുത്ത സ്റ്റേഷനിൽ നിന്ന് ആരെങ്കിലും കയറുമായിരിക്കും. അപ്പോൾ നമ്മൾ ഹോംബുഷിൽ നിന്നാണ് പോകുന്നത്. ഹോംബുഷിൽ നിന്ന് ബരംഗറു എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ട്രെയിനും മെട്രോവും പിടിച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതും കൂടി നമുക്ക് കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ സെൻട്രലെത്തി. ഇതാണ് സെൻട്രൽ സ്റ്റേഷൻ. ഇവിടെ നിന്ന് നമ്മൾ മെട്രോ പിടിച്ച് ബരംഗൂർ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലോട്ട് പോകും. ഈ സെൻട്രൽ എന്ന് പറയുന്നത് സിഡ്നിയിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ ഏകദേശം 27 പ്ലാറ്റ്ഫോംസോളം ഉണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്രത്തോളം വലുതാണ് ഈ സ്റ്റേഷനെന്ന്. സിഡ്നിയിൽ നിന്ന് എവിടെ പോകാനാണെങ്കിലും എവിടെ വന്നാൽ ട്രെയിൻ കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ സ്റ്റേഷൻ. ട്രെയിൻ ഉണ്ട്, അത് കിട്ടും. ഓടിക്കൂ ഗൈസ്. സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ നിന്ന് മെട്രോയിലേക്ക് അതിനകത്ത് തന്നെ നമുക്ക് മാറാൻ പറ്റുന്നതാണ്. നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ടും ഡൊമസ്റ്റിക് എയർപോർട്ടൊക്കെ പോലെ. എത്ര ബ്യൂട്ടിഫുൾ ആട്ടോ ഈ സ്റ്റേഷൻ. നമ്മളെ നാട്ടിലെ സ്റ്റേഷനും ഇങ്ങനെ ആയിരുന്നെങ്കിൽ കിടിലായനെ. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ പ്ലാറ്റ്ഫോംസിലും ഇതുപോലെ ലിഫ്റ്റും എസ്കലേറ്റേഴ്സും ഉണ്ട്. അതുകൊണ്ട് ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാർക്കും പിന്നെ എന്നെപ്പോലെ മടിയില്ല ആൾക്കാർക്കും ഈസിലി പോയി വരാം. നമുക്ക് പോകേണ്ട ട്രെയിൻ വന്നു കേട്ടോ. ഈ ട്രെയിൻസിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓടിക്കാനൊരു ലോക്കോ പൈലറ്റോ കാര്യങ്ങളൊന്നുമില്ല. മറിച്ച് സെൻസേഴ്സും ക്യാമറയും വെച്ചാണ് ഇത് പോകാൻ. അങ്ങനെ നമ്മൾ ബരംഗൂർ മെട്രോ സ്റ്റേഷനിലെത്തി. ഈ സ്റ്റേഷൻ ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് ഓപ്പൺ ചെയ്ത ഒരു 3-4 മാസമായിട്ടേ ഉള്ളൂ. പക്ഷേ നല്ല രസമുണ്ട് കാണാൻ, അല്ലേ? ബ്യൂട്ടിഫുള്ളി മെയ്ഡ്. അതെ, ബ്യൂട്ടിഫുൾ സ്റ്റേഷൻ. ഇവരെല്ലാവരും ഓസ്ട്രേലിയയുടെ കാണാൻ പോവാണോ? ആയിരിക്കും, പറയാൻ പറ്റില്ല. ഇവിടെ ട്രെയിനോ മെട്രോ കയറുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഓപ്പൽ കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ കൊണ്ടുപോകാൻ മറക്കല്ല കേട്ടോ. നമ്മൾ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങാൻ പോകട്ടോ. മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ നമ്മൾ നേരത്തെ ട്രെയിനിൽ കയറിയാണ് നമ്മൾ ടാപ്പ് ഇൻ ചെയ്തില്ല. കാരണം അവിടെ ട്രെയിനിൻ്റെ ടാപ്പിന് തന്നെയായിരുന്നു കൗണ്ട് ചെയ്യുക. പക്ഷേ ഇപ്പോൾ എക്സിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് ടാപ്പ് ഔട്ട് ചെയ്യുക. കാണിച്ചു തരാം, ബാ. ഓസ്ട്രേലിയ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ 1788 ബ്രിട്ടീഷ് അധിനിവേശക്കാർ ആദ്യമായി സിഡ്നിയിൽ ലാൻഡ് ചെയ്ത ദിവസത്തെയാണ് ഓസ്ട്രേലിയ ഡേ ആയിട്ട് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. യെസ് ഗൈസ്, ഇതാണ് ബരംഗൂർ റിസർവ്. ബരംഗൂരിൽ നിന്ന് ഫെറി സർവീസ് ഉണ്ടല്ലേ. ഇവിടെ ഫെറി ഉണ്ട് അടുത്ത്. അപ്പോൾ ഫെറി വഴി ക്രോസ് ചെയ്യാൻ എല്ലാവർക്കും ഫെറി വഴി ക്രോസ് ചെയ്യാം. എല്ലാവരും ആ വഴിയാണ് പോകുന്നത്. അപ്പോൾ എനിക്കൊന്ന് അങ്ങോട്ടാണ് അല്ലേ? അതെ. So let's go. ഇത് നടക്കുന്ന പാർക്കിന്റെ പേരെന്താണെന്നറിയോ? ഇല്ല. ബുൾബുൾ. ബുൾബുൾ അല്ല, ബുളുബുളു. വോളുമിൽ. അതാണ് ബുൾബുൾ എന്നാണ് എഴുതിയിട്ടുള്ളത്. നോ, വോളുമിൽ ലോഞ്ച്. ഓക്കെ. സച്ചിൻ എന്ത് പറയുന്നു ഇതുപോലൊരു വർക്കൗട്ട് സെഷനോട്? വർക്കൗട്ടായി നമ്മൾ നടക്കുന്നില്ലല്ലോ. നടക്കുന്നില്ല ഇതുപോലെ ഓടാൻ. വർക്കൗട്ട് നല്ലൊരു ആക്ടിവിറ്റിയാണ്. പക്ഷേ വരാൻ പറ്റുന്നതാണ്. പക്ഷെ റാവൾ എണിക്കാനൊന്നും വയ്യ. ശരീരം അനങ്ങി ഉള്ള പണിയൊന്നും ചെയ്യാൻ വയ്യ. അതെ, വെറുതെ ഇരുന്ന് നമുക്ക് കാർ ഓടിക്കുന്ന അങ്ങനത്തെ പരിപാടി എന്തെങ്കിലും വേണമെങ്കിൽ നോക്കാം. അല്ലാണ്ട് നോ ഗൈസ്, ഇത് ഞാൻ കാണിച്ചു തരാം. ഈ കാണുന്ന വലിയ സംഭവം കണ്ടോ? ലെഫ്റ്റിൽ കാണുന്നതല്ല, റൈറ്റിൽ കാണുന്നത്. ഇതാണ് ഇവിടുത്തെ കസീനോ, ക്രൗൺ. ആ ബോട്ട് കണ്ടോ? ആ കണ്ട്. അതിലാണ് സെറമണി കഴിഞ്ഞിട്ട് അവർ സ്മോക്കിംഗ് സെറമണി ഉണ്ട്. അത് അവിടെ വെച്ചിട്ട് എന്തോ ചെയ്യുക.
സ്മോക്കിംഗ് എന്ന് വെച്ചാൽ എന്താ ഒരു സിഗരറ്റ് കഴിക്കുമോ? എന്തോ ഒരു സുഗന്ധ, വാട്ട് യു കോൾ ഇറ്റ്, സുഗന്ധദ്രവ്യം. ആ സാധനം വെച്ചിട്ട് അവർ സ്മോക്ക് ജനറേറ്റ് ചെയ്ത് ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ക്ലെൻസിങ് തിങ്. അപ്പോൾ ഓസ്ട്രേലിയൻസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താ പറഞ്ഞാൽ ഇവർ ഭയങ്കര പങ്ക്ച്വലായിരിക്കും. ഒരു സമയം പറഞ്ഞാൽ അപ്പം തന്നെ തുടങ്ങും. അപ്പോൾ 7:30 എന്ന് പറഞ്ഞാൽ 7:30 തന്നെ തുടങ്ങും. യെസ്, അപ്പോൾ 7:30 നമ്മുടെ ഇവൻറ്റ്. ബാക്കിൽ കാണുന്നത് ക്രൗൺ, ഫ്രണ്ടിൽ കാണുന്നത് എക്സസൈസ്. യെസ്, ഹബീബി. നമുക്കും ഇങ്ങനെ വരണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ മടിയാ. മടി ഓവർ പവേഴ്സ് വേറെന്തോ അല്ലേ? അതെ ഇന്ന് രാവിലെ തന്നെ ഇങ്ങോട്ടേക്ക് എണീറ്റ് വരാൻ എത്ര കഷ്ടപ്പെട്ടു. കഷ്ടപ്പാടായിരുന്നു. ഈ ചട്ടന്മാരെ മസിലൊക്കെ കാണുമ്പോഴാണ് രാവിലെ എണീച്ച് വരാന്നൊക്കെ തോന്നുന്നത്. അതെന്താ അവിടെ ഒരാൾ റോ ചെയ്യണോ? സൈക്കിൾ ഓടിക്കുന്ന പോലീസ്. ചില സമയത്ത് ഒരു കുതിരകളൊക്കെ വരുമല്ലേ? ചില കുതിരകളൊക്കെ വരും. എല്ലാവരും ഇവിടെ പട്ടിയൊക്കെ ആയിട്ട് വാക്കിനൊക്കെ വരും കേട്ടോ. അങ്ങനെ നമ്മൾ അച്ചു നേരത്തെ പറഞ്ഞ ലോണിലെത്തിയിട്ടോ. എല്ലാവരും റെഡിയായി നിൽക്കുക ഇവിടെ. 7:30 എന്ന് പറഞ്ഞാൽ 7:30 തുടങ്ങാനുള്ള പ്ലാനാണെന്ന് ഇത് കണ്ടിട്ട് തോന്നുന്നുണ്ട്. എല്ലാവരും റെഡിയാണ്, എല്ലാവരും വന്നു. സോ നമുക്കിവിടെ ഇവൻറ്റ് കാണാം. ഇത് നമ്മുടെ NSW സ്റ്റേറ്റിലെ പ്രീമിയറും ഗവർണറുമാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് ഇന്ന് ഈ ഇവൻറ്റിൽ. ഓസ്ട്രേലിയ ഡേൻ്റെ ആദ്യത്തെ പരിപാടിയായ സ്മോക്കിംഗ് സെറമണിയുടെ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്കിത് കാണാം.
is a privilege to stand on Gadigal land, a place of profound cultural and historical significance as a proud Kamilaroi man, of our diverse shared story. ഈ ക്രൗഡ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഈവൻറ്റ് എത്ര സീരിയസ് ആയിട്ടാണ് ഇവർ കാണുന്നത്. ഇവരുടെ ആദ്യത്തെ പെർഫോമൻസിന് ശേഷം NSW പ്രീമിയറും പിന്നെ ഗവർണറും അസലൊരു സ്പീച്ച് കാച്ചി. That was then the minimum award wage for Aboriginal workers. Today is about celebrating Australian identity, and it's only right that we begin with the oldest continuous culture on earth. നിങ്ങളിപ്പോൾ കേൾക്കുന്നത് അബോറിജിനൽ ആൾക്കാർ തന്നെ കമ്പോസ് ചെയ്തൊരു മ്യൂസിക് ആട്ടോ. ഇത് ഇവരുടെ ലാസ്റ്റ് പെർഫോമൻസ് ആട്ടോ. ഇതിന് ശേഷം സ്മോക്കിംഗ് സെറമണി നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മൾ കേട്ടത് ഓസ്ട്രേലിയയുടെ നാഷണൽ ആന്താണ്. അപ്പോൾ നാഷണൽ ആന്തൊക്കെ കഴിഞ്ഞ് നമ്മൾ റിട്ടേൺ പോവാം. ലെറ്റ്സ് ഗോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു. അതെ, ഹാപ്പി ഓസ്ട്രേലിയ ഡേ ആൻഡ് ഹാപ്പി റിപ്പബ്ലിക് ഡേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ഇടും വരെ ശുഭദിനം. ബൈ.